എല്ലാവരും കാത്തിരുന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നു. വീണ വിജയൻ്റെ വീഴൽ ആരംഭിക്കുകയാണോ? വീണോ? യെസ്, മൂലധനം എന്ന സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവരെൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. ഇല്ലേ? അതെ. അങ്ങനെ വീണയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചിട്ട് SFIO വീണയ്ക്ക് തന്നെ ഒരു വിലങ്ങ് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ടി വിക്കാരൊക്കെ പറയും വീണ സുപ്രീം കോടതിയിൽ പോകുമല്ലോ, കാശിരിക്കുകയല്ലേ എന്ന് കയ്യിൽ. സുപ്രീം കോടതിയിൽ വക്കീലന്മാരുണ്ട്, കപിൽ സിബലുണ്ട്, പ്രശാന്ത് ഭൂഷണുണ്ട്, വൃന്ദാ ഗ്രോവറുണ്ട്, ദുഷ്യന്ത് ദവേയുണ്ട്, ഇങ്ങനെ എത്ര. ഇവരുടെ തന്നെ കർണാടക ഹൈക്കോടതിയിൽ അപ്പീർ ചെയ്ത് തന്നെ വലിയ ഭീമൻ അരവിന്ദ് ദത്ത. അദ്ദേഹം ദത്തർ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി വക്കീലാണ്. അദ്ദേഹം ഈ TV ചാനലിൽ വന്ന് ചർച്ചയ്ക്കൊക്കെ ഇരുന്ന് സ്വന്തം വില കളയുന്ന ആളല്ല. അദ്ദേഹത്തെ കാണാൻ തന്നെ കാര്യം മാത്രമായിട്ട് സംസാരിക്കും. കോടതിയിലും അതുപോലെയാണ്, കാര്യം മാത്രം പറയും, വളവള ബഹളം വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. വെരി ഹൈ സ്റ്റാൻഡേർഡുള്ള വക്കീലാണ്. അദ്ദേഹം തന്നെ ആയിരിക്കും മിക്കവാറും സുപ്രീം കോടതിയിൽ. ഈ സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഹൈക്കോടതിയോട് ഈ ഭരണമാതിരിയുള്ള വലിയ ബഹുമാനമൊന്നും അവർക്കില്ല. കാരണം സുപ്രീം കോർട്ടാണ് അവരുടെ ഗ്രൗണ്ട്. അവിടെ എത്തുമ്പോൾ അവർ കംഫർട്ടബിൾ ആവും ഫൈറ്റിന്. കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലൊക്കെ വരുമ്പോൾ അവർക്കൊരു മൊത്തം അപരിചിതന്മാരാണ്. അന്തരീക്ഷം അപരിചിതമാണ്, അവിടുത്തെ വായു പോലും അവർക്ക് അപരിചിതമാണ്. സുപ്രീം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി സുനിൽ കണ്ടിരിക്കേണ്ടതാണ്, കേരള ഹൈക്കോടതിയെക്കാളും ചെറിയ കോടതി മുറികളാണ് സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി വേറെ ഇപ്പോൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക, വേറൊരു സ്ഥലത്ത്. ആ സ്ഥലം ഡൽഹി ഹൈക്കോടതിക്ക് വേണ്ടി കുറച്ച് സ്ഥലം മാറ്റി വെച്ചിരുന്നു. അത് ആപ്പ് കയ്യേറി അവരുടെ ആഫീസ് കിട്ടി. അതിനിപ്പോൾ റിസീവർ ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചു? കോടതിയുടെ കീഴിലിരിക്കുന്ന സ്ഥലത്ത് പാർട്ടി ആഫീസ് വെച്ചിരിക്കും. അതാണ് ആപ്പ്. ഇപ്പം ഇനിയിപ്പോൾ സുപ്രീം കോടതിക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് 880 കോടി രൂപ, ഇപ്പോൾ പറയുമ്പോൾ ഞാനിത് കൂട്ടി പറയുകയാണ്, 880 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തി. എന്നിട്ട് കഴിഞ്ഞ ലോ ഡേക്ക് പ്രസംഗിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് മോദി പറയുകയാണ്, പാർലമെൻറ്റ് മന്ദിരത്തിന് പാര വെച്ച പോലെ ഏതെങ്കിലും ഒരു ജ്വാലാവാല, ഈ സഞ്ചി തൂക്കി നടക്കുന്ന ടീമുണ്ടല്ലോ, ആന്തോളൻ ജീവി, ഇവൻ പ്രശാന്ത് ഭൂഷൺ വക്കീൽ റെഡിയാണ്, ഇതിനൊരു പാര വയ്ക്കും. സുപ്രീം കോടതിയിൽ ബിൽഡിങ് പണിയാൻ പാടില്ല, അത് പൊതു സ്വത്ത് തൂർത്തടിക്കാണ്, തേങ്ങയാണ് പറഞ്ഞിട്ട് അവസാനം ആർട്ടിക്കിൾ 21 ജീവിക്കാൻ നിർവാഹമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വരാതെ നോക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അവിടെ അവർ കംഫർട്ടബിളാണ്. അരവിന്ദ് ദത്തറായാലും കപിൽ സിബലായാലും ഒക്കെ അവർക്കറിയാം, ഓരോ മണൽ തരികയും അവർക്ക് തിരിച്ചറിയാം. ഇതൊക്കെ ആയിരിക്കും അവർ പറയാൻ പോകുന്നത്. അത് സാരിയില്ലെന്ന് നാഗരത്ന പോകാൻ പറ, സുപ്രീം കോടതിയിൽ വരട്ടെ, ഞാൻ നോക്കാം എന്ന് പറയും. നോക്കാനൊന്നുമില്ല, ഇത് അന്വേഷണമാണ്. സാധാരണഗതിയിൽ ഒരു കോടതിയും, പ്രത്യേകിച്ച് അന്വേഷണം നടക്കട്ടെ, നിങ്ങളെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. അവരും ആദ്യം ഈ 3 കാര്യങ്ങൾ നോക്കും. പ്രൈമാ ഫേസി കേസുണ്ടോ? ഉണ്ട്. ഇറിപ്പയറബിൾ ഡാമേജ് സംഭവിക്കുമോ? ഇല്ല. ബാലൻസ് ഓഫ് കൺവീനിയൻസ്, നിങ്ങൾക്ക് ഇൻകൺവീനിയൻസ് ഒന്നും ഇല്ലല്ലോ, നിങ്ങളുടെ കമ്പനി പൂട്ടിക്കിടക്കില്ല, ഡോർമെൻ്റ് ഉറങ്ങിക്കിടക്കുകയാണ്. അതെ. വീണ നിശബ്ദം, തന്തികൾ. അല്ല, ഇവിടെ ഉറങ്ങി കാനഡയിൽ ഒന്ന് എണീറ്റ് വന്നതായിരുന്നു, അതിപ്പോൾ പെരുന്നാളൊക്കെ മാറ്റി. മഹാപാവി, എനിക്കും മനസ്സിലാവണില്ല ആരെ ഈ പാരയൊക്കെ കയറ്റുന്നത്. ഇവിടെയോ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, AKG സെൻറ്റർ മാറ്റി ബാംഗ്ലൂർ മറിച്ച് മാറ്റി, അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ കാനഡയിലെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പാരയുമായിട്ട് വന്നിരിക്കുന്നു. വെറുതെ അല്ല ഈ നാട്ടിലൊരു വ്യവസായം വരാതെ എന്ന് പിണറായി വിജയൻ പോലും പറഞ്ഞു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു യുവതിക്ക് TG പറഞ്ഞ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയില്ല, വിദേശത്തും കൊടുക്കില്ല. എന്നാൽ കേരളത്തിൽ ചെയ്യരുതോ? അച്ഛനല്ലേ മുഖ്യമന്ത്രി, ഇത് ചെയ്യാമല്ലോ. ഇപ്പോൾ കർണാടക ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് അതും ഒരു പാരയാണ്. പെറ്റീഷൻ ഡിസ്മിസ്ഡ് വിൽ ബി അപ്ലോഡഡ് ടുമോറോ മോർണിംഗ്, ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ച് അപ്പീലിനും പോകാൻ പറ്റില്ല. അതെ. നാളെ ഇദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടാൻ നാളെ വൈകുന്നേരമെങ്കിലും ആകും. നാളെ തന്നെ രാത്രിയിലിരുന്നിട്ട് ഇതിൻ്റെ ഒരു അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്ത് മറ്റന്നാളെ
സുപ്രീം കോടതിയിൽ എത്തിക്കാൻ വലിയ പ്രയാസമാണ്. ഇനി എത്തിച്ചാൽ തന്നെ സുപ്രീം കോടതി രജിസ്ട്രിയിൽ എത്ര എമർജൻസി ആണെന്ന് പറഞ്ഞാലും ഇന്ന് കൊടുക്കുന്നത് മറ്റന്നാളേ വരുള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ സ്വാധീനം വെച്ചിട്ട് ചിലപ്പോൾ മെൻഷൻ ചെയ്യിച്ചിട്ടൊക്കെ അർജൻറ്റാണ് തലപോകാൻ പോകണമെന്ന് പറഞ്ഞ് ഇത് കാണിച്ചാൽ അത് അതിലും വലിയ കെണിയാണ്. കാരണം ഇതിനകത്ത് ഒരു പ്രോസിക്യൂഷൻ നടപടിയില്ല. അതെ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലല്ലേ സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമുള്ളൂ. ഒരു അർജൻസിയില്ല, നോ അർജൻസി, ഡിസ്മിസ്ഡ്. സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. പിന്നെ വലിയ പ്രശ്നമാണ്. സുപ്രീം കോടതി ഡിസ്മിസ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ മെറിറ്റിൽ പോയാണോ പോകാതെയാണോ ഡിസ്മിസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ വക്കീലന്മാർ അലോ മീ ടു വിഡ്രോ ദിസ് പെറ്റീഷൻ എന്ന് പറയുന്നത്. കാരണം വീണ്ടും വരാൻ പറ്റും. അതെ അതെ, ഡിസ്മിസ്ഡ് എന്ന് അയാൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാൻ പറ്റില്ല. ആ വഴിക്ക് പോകാൻ പറ്റില്ല. ഈ റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു നോർമൽ അപ്പീൽ ഫയൽ ചെയ്ത് അവിടെ ഇടും എന്നുള്ളതല്ലാതെ അതിനപ്പുറം കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് SFIOയ്ക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? SFIക്ക് ഇനി ചെയ്യാൻ കിടക്കുന്നത് അവർ KSIDC ഇന്ന് മിനിമം ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. KSIDC ഹൈക്കോടതിയിൽ വന്നു. SFIO നേരെ KSIDC പോയി. അവിടുത്തെ തമ്പുരാക്കന്മാർ ഇവിടെ എറണാകുളത്ത് വന്നു. ഈ തമ്പുരാൻ തിരുവനന്തപുരത്ത് പോയി. അയാൾക്ക് വേണ്ടതില്ല, അയാൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. പ്രാഥമികമായിട്ട് വേണ്ടതില്ല. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. ഇവിടുത്തെ കോടതി ചോദിച്ചു, നിങ്ങൾ ഈ പരിഭ്രമിക്കുന്ന അതെ അതെ അന്വേഷണത്തെ പേടിക്കുന്ന എന്തിനാ? ഇനി അത് കഴിഞ്ഞിട്ട് CMRL ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അവർക്ക് ഇത് അന്വേഷണം തടയണമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം അല്ലെങ്കിൽ തന്നെ അവർ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. അല്ല, അവർ ടാക്സ് ഒക്കെ അടച്ച് അവരുടെ പ്രശ്നം തീർന്നല്ലേ. ഇപ്പോൾ അഡീഷണലായിട്ട് വന്ന് പെട്ടിരിക്കുന്നത് ഈ കാനഡയിലെ കമ്പനിയാണ്. അതെ അതെ അതെ, ഈ കാനഡയിലെ കമ്പനിയിൽ നിന്ന് ഇത്ര ധൃതി പിടിച്ച് ഇത് മാറ്റിയത് എന്തിന്? അതെ, ഇന്നിപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാം രാവിലെയാണ് ഇത് മാറ്റാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. 15-ാം തീയതി ഡേറ്റ്. കാനഡക്കാരൻ ഈ അവിടുത്തെ ROC ഉണ്ടല്ലോ, അവനത് രജിസ്റ്റർ ചെയ്യും. ഇന്ന് ആപ്ലിക്കേഷൻ വന്നു, ഇന്ന് തന്നെ ശരി മാറ്റാനായിട്ട് ഞങ്ങൾ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വെബ്സൈറ്റിൽ അവൻ ഇട്ടിരിക്കുന്നു. അവൻ്റെ കമ്പനി അഫയേഴ്സ് ഉണ്ടല്ലോ, ഇന്ന ആപ്ലിക്കേഷൻ വന്നു, ഡിസ്പോസ് ചെയ്തു. ആ ആപ്ലിക്കേഷൻ ഡേറ്റ് 15-ആണ്. അപ്പോൾ അവിടെ ഇറക്കി. അവിടെ ഇറക്കിയതല്ല, കമ്പനി ഇല്ലാണ്ടായോ അതോ കമ്പനിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി? കമ്പനിയിൽ നിന്ന് വീണ ഇറങ്ങി. മറ്റേ ആളുണ്ട്, നേരത്തെ എക്സാലോജിയിൽ ഉണ്ടായിരുന്ന കക്ഷി ഇപ്പോഴും ഒരു സ്റ്റാഫേ ഉള്ളൂ. അതെ അതെ, മുതലാളിയാണല്ലോ, ഒരു സ്റ്റാഫേ ഉള്ളൂ. ആ സ്റ്റാഫ് എക്സാലോജിക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിക്ലറേഷൻ അവിടെ കിടപ്പുണ്ട്. ഏതായാലും ഇത് തമ്മിൽ കണക്ഷനുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഈ കാനഡ ആയതുകൊണ്ട് ഇതിനൊരു ലാബിലിൻ കണക്ഷൻ ഉണ്ടാവാം എന്ന് വേണേൽ ആരോപിക്കാം. അപ്പോൾ ഈ മാസ്റ്റർ മൈൻഡ് പ്രവർത്തിച്ചിരിക്കുന്നത്, കാരണഭൂതൻ പ്രവർത്തിച്ചിരിക്കുന്നത് കാനഡ വഴി, ബാംഗ്ലൂർ വഴി, തിരിച്ച് AKG സെൻറ്റർ. AKG സെൻറ്ററിൽ നിന്ന് അഡ്രസ്സും കൊടുത്തു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹ്യൂബ്രിസ് കൊണ്ട് വരട്ടെ പോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ നേരെ തിരിച്ച് മകളും മറ്റ് അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഓൾട്ടർ ഈഗോയാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. പണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് രണ്ടുപേരും ചേട്ടാനിയന്മാരായിട്ട് കന്നാസും കടലാസുമായിട്ട് ജീവിച്ചവരാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞു കാണും, നീ എഴുതി വെക്കടേ, നീ ധൈര്യമായിട്ടിരിക്കുമ്പോൾ. ഈ പാർട്ടി നേതാക്കന്മാർക്ക് AKG സെൻട്രൽ പാർട്ടി ആസ്ഥാനത്ത് ഫ്ലാറ്റുകളുണ്ട്, അവിടുത്തെ അഡ്രസ്സ് കൊടുത്തതായിക്കൂടെ? അതെങ്ങനെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് ആകുന്നത്? ഫ്ലാറ്റാണെങ്കിൽ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചത് ഫ്ലാറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം അവർക്ക്. സ്പെൻസർ നിയർ യൂണിവേഴ്സിറ്റി കോളേജ്, ഫ്ലാറ്റ് നമ്പർ, അതിനെന്തെങ്കിലും പേര് കാണുമല്ലോ, സോമധീരൻ അല്ലെങ്കിൽ ഇന്ദ്രധീരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, ഉദ്ദേശിച്ചായി എഴുതി വെച്ചിരിക്കുന്നത് AKG സെൻറ്റർ എന്നല്ലേ. അതിന് നേരെ എതിരെയല്ലേ AKG സെൻറ്റർ. വരാൻ പോകുന്ന ക്യാപ്സൂൾ അങ്ങനെയായിരിക്കും. ക്യാപ്സൂൾ നാട്ടുകാർക്ക് കാണാവുന്നതല്ലേ. റോഡിൻ്റെ തെക്ക് വശമാണ് ഇവരുടെ ഫ്ലാറ്റ്, റോഡിൻ്റെ വടക്ക് വശമാണ് AKG സെൻറ്റർ. AKG സെൻറ്ററിൻ്റെ പുറകിലാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ 5 സെൻറ്റ് കൂടെ ഇവർ അടിച്ചു മാറ്റിയാണ്. അല്ലേ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ അഡ്രസ്സ് വേറെ അല്ലേ. ക്ഷമിച്ചൂടെ? ഞാൻ ക്ഷമിക്കാം, പക്ഷേ SFIO ക്ഷമിക്കണ്ടേ? നമ്മൾക്കിപ്പോൾ എനിക്കും സുനിലിനൊക്കെ ഇത് കംപ്ലീറ്റ് ക്ഷമിച്ചു കൊടുക്കാമല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് പറയുന്ന പോലെ വലിയ കാശൊന്നുമില്ല. 1,72,00,000 രൂപയല്ലേ ഉള്ളൂ. അല്ല,
135 ഉണ്ട് എന്നാണ് കോടതിയിൽ ഇവർ ബോധിപ്പിച്ചത്. വേറെ നമ്മുടെ വീണ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ എൻ്റെ ടി ജി. അല്ല, വീണ വാങ്ങിയോ എന്നുള്ളതല്ല, മൊത്തം ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് 135. വളഞ്ഞിട്ട് ആക്രമിക്കണം. വളയാതെ ആക്രമിക്കാം. ആരും വളഞ്ഞിട്ടില്ല. അവർ റോഡിൽ കൂടെ പോകുന്നില്ല, വേറെ കാര്യം. ഈ പോയാൽ തന്നെ ആരും വളയാൻ പോകുന്നില്ല. ഈ വളഞ്ഞൊന്നും ഉപദ്രവിക്കുന്നില്ല, നിയമപരമായ രീതിയിൽ നേരെയാണ് ഉപദ്രവിക്കുന്നത്. അതിൻ്റെ കാര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഒരു സംരംഭകയല്ലേ, സംരംഭക ബാംഗ്ലൂർ തുടങ്ങിയതല്ലേ. അതുമാത്രമല്ല, ഇതുപോലത്തെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാമോ? അച്ഛൻ്റെ തണലിൽ മകള് കാശുണ്ടാക്കുക, ജോലി ചെയ്യാതെ കൂലി മേടിക്കുക. അമ്മയുടെ പെൻഷൻ മറക്കരുത്. സത്യം CMRൽ നിന്ന് ഒരു നോക്കുകൂലിയല്ലേ ഈ മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ പറ്റി അക്കൗണ്ട് ഉണ്ടാക്കി. ഈ CMRനെ കുറിച്ച് മാത്രം എന്താ പറയുന്നത്, ഒരു 5-6 കമ്പനികൾ ഇതുപോലെ പല സർവീസും ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ CMRന്റെ തല കയറുന്നതിന് അവര് ഈ CMRന്റെ തലയ്ക്ക് മാത്രമല്ല, ബാക്കി തലയ്ക്ക് കയറാനുള്ളവരുടെ ലിസ്റ്റാണ് ഉണ്ടായത്. എന്തോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ഒരു മുസ്ലിം ട്രസ്റ്റ് ഉണ്ട്, ഒരുപാടുണ്ടെന്ന്. ഈ KSIDC എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഓഫീസാണ് പിണറായി വിജയൻ്റെ. എല്ലാ വ്യവസായങ്ങളും അവർ വഴി റൂട്ട് ചെയ്യും. ചുമ്മാ കിടക്കുന്ന വ്യവസായത്തിൽ കയറിയിട്ട് അവർ 13%, 10% ഒക്കെ ഷെയർ എടുക്കും. അങ്ങനെയാണ് ഈ നിസ്സഹായനായ കർത്താവ് KSIDCയെ കൂടെ ഷെയർ. അതെ, ഇതിനകത്ത് കാരണം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ഇവർക്ക് കപ്പം കൊടുക്കണമെന്ന്. അതെ, അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ. ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ട് ഈ വലിയ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് തോമസ് ഐസക്ക് കൊണ്ടുവന്നില്ല. അത് കേരള ഹൈക്കോടതി റദ്ദാക്കി. നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആ കേസുമായിട്ട് കേരള ഹൈക്കോടതി വന്നു. അതിൻ്റെ കടപൂട്ടി. ഈ ഇസ്ലാമിക് ബാങ്ക് തുടങ്ങിയത് ആരാണെന്ന് അറിയാമോ? KSIDC ആണ്. സ്വാമിയുടെ ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു. KSIDC എന്താണ്? ഒരു ഫൈനാൻസ് സ്ഥാപനമാണോ, ഓർ ഈസ് ഇറ്റ് എ ഫ്രണ്ട് ഓഫീസ് ഓഫ് ഇസ്ലാമിക് ഫോഴ്സസ് ഇൻ കേരള? KSIDCക്ക് ഒരു സാമ്പത്തിക സ്ഥാപനം തുടങ്ങാൻ പറ്റുമോ? അതിന് നിങ്ങൾക്ക് വേറെ കേരള ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വേറെയുണ്ട്. കേരള ഫിനാൻസ് എന്താ ചിട്ടി പത്തലൊക്കെ നടത്തുന്ന KSFE, KFC ഉണ്ട്, KFC ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇത് KSIDC കയറിയിട്ട് ബാങ്ക് തുടങ്ങുന്നത് എന്തിനാ? അപ്പോൾ KSIDC പറഞ്ഞു ഞങ്ങൾക്ക് 1% ഷെയറേ ഉള്ളൂ. ശരി, 1%എങ്കിൽ 1%. അതെന്തിനാണ് നിങ്ങൾക്ക്? നിങ്ങൾ ഇൻഡസ്ട്രി തുടങ്ങുന്നവരല്ലേ, നിങ്ങൾ എന്തിനും ബാങ്ക് തുടങ്ങുന്നു? ഇവിടെ നിന്നാണ് ആ കേസ് പൊളിഞ്ഞു പോകുന്നത്, ഈ ചോദ്യത്തിൽ നിന്നാണ്. KSIDC അന്ന് മുതൽ ഈ തോമസ് ഐസക്കിൻ്റെയും പിണറായി വിജയൻ്റെയും എല്ലാം ഒരു ഫ്രണ്ട് ഓഫീസാണ്. സകല ഓപ്പറേഷനും അവരുടെ വഴി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പൊതുമേഖല സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന പോലെ. കെൽട്രോണിൻ്റെ കണ്ടിട്ടില്ലേ? കെൽട്രോൺ ഒരു ഫ്രണ്ട് ഓഫീസാണ്. ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്കറിയാം, അതൊരു ഫ്രണ്ട് ഓഫീസാണ്. നിങ്ങൾക്ക് IBM നിന്ന് കമ്പ്യൂട്ടർ വാങ്ങണം, കെൽട്രോണിനോട് പറയും. കെൽട്രോൺ IBM നിന്ന് വാങ്ങിച്ച് ഒരു 1% ഞങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടാനുള്ള കാശെടുത്തിട്ട് സർക്കാരിന് വയ്ക്കും. അപ്പോൾ വാങ്ങിയത് ഇവിടുന്ന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ്, വാങ്ങിയിരിക്കുന്നത് IBM എന്നാണ്. ഇതാണ് കളി. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് KSIDC. അല്ല TG, ഞാൻ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ വീണയ്ക്ക് മാസപ്പടി കൊടുത്തുന്നുള്ള അലിഗേഷൻ, അതാണല്ലോ അന്വേഷണം നടക്കുന്നത്. അതിനകത്ത് ഒരു 5-6 കമ്പനികളുടെ പേര് വന്നിട്ടുണ്ട്, ഒരു ട്രസ്റ്റ് ഉൾപ്പെടെ, ഒരു ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു കമ്പനിയെ ഫോക്കസ് ചെയ്ത് മാത്രമാണോ ഈ അന്വേഷണം മുഴുവൻ നടക്കുന്നത്? ബാക്കിയുള്ളത് വരുമോ? വരും, തീർച്ചയായിട്ടും വരും. ഇതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ? ഈവൻ കനേഡിയൻ കമ്പനി ഇപ്പോൾ പുറത്തു വന്ന ഈ Sky 11 12 എല്ലാം പുറത്തു വരും. അല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ ഒരു CMRന്റെ മുതുകത്ത് മുതുകത്ത് കയറുന്നു വെച്ചാൽ അങ്ങനെ ഇവിടെയുള്ള മനുഷ്യനാണ് മുതുകത്ത് കയറാൻ എളുപ്പമാണ്. അതെ, മറ്റു മുതുകൊക്കെ ദൂരെ ഇരിക്കുകയല്ലേ. അടുത്തുള്ള മുതുക ചാഞ്ഞു കിടക്കുന്ന മരത്തിലേക്ക് ആദ്യം മൊത്തത്തിൽ ബാക്കി ആരും വിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഒരുപാട് ആളുകളെ 5000-6000 പേരെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അലിഗേഷൻ കിട്ടും. ഒരു അന്വേഷണവും ഇല്ല, ഒരു വിവാദവും ഇല്ല. അല്ല, മാനേജ് ചെയ്യാൻ അവർക്കറിയാം ഇതൊക്കെയാണ്. അതിരിക്കട്ടെ, ഏതായാലും ഇതിനകത്ത് പെട്ട ആരാണെങ്കിലും ഇവരെല്ലാം SFIO അന്വേഷണത്തിൽ വരും. ഇതിനാണ് കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. പക്ഷേ ഞങ്ങൾക്ക് ഭയം. ഇപ്പം ഞാൻ ഈ ഷോൺ ജോർജ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബേസിക് പരാതിക്കാരൻ, അദ്ദേഹവും മുഴുവൻ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നെനിക്ക് തോന്നുന്നില്ല. കുറേ കയ്യിൽ പിടിച്ചു വയ്ക്കും, എന്നിട്ട് കുറേശ്ശെ ആയിട്ട് പുറത്ത്. അടുത്ത പെരുന്നാളിൽ പൊട്ടിക്കാനാണ് കാരണം ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകനാണ്. അതെ. PC ജോർജ് പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം ഒരെണ്ണം പൊട്ടിക്കും, 10-15 ദിവസം PC ഒന്നും കഴിഞ്ഞു, PC കയ്യിൽ നീ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഗർഭം കലക്കി ഒരെണ്ണം അങ്ങ് പൊട്ടിക്കും.
ഗർഭം കലക്കി എന്ന് പറയുമ്പോൾ അതെ അതെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതാണ് പി സി ജോർജ്. പി സി ജോർജ് ഇപ്പോൾ സൈലൻ്റായിട്ട് മകനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ഈ മൊത്തം ഓപ്പറേഷൻ്റെ ക്രെഡിറ്റ് സ്ട്രെയിറ്റ് വേ നമ്മൾ നോക്കുമ്പോൾ ഷോൺ ജോർജിനാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം പി സി ജോർജ് തന്നെയാണ്. കാരണം ഷോൺ ജോർജ് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിടിച്ച് അടിയും തടയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പി സി ജോർജ് എന്ന കാർന്നവർ അവിടെ ഇരിക്കുന്നത്. ലൈസൻസുള്ള 6 തോക്കുമൊക്കെ വെച്ചിട്ട്, തോക്കിന് ലൈസൻസ് ഉണ്ടോ ഉണ്ട്, ഈ തോക്കിനോ അതെ ഇതല്ലടാ വേറെ 5 ഞാൻ വീട്ടിൽ വന്നാൽ കാണിച്ചു തരാം. ഈ മറ്റേ സിനിമയിൽ ഒരാൾ നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ, ഗണ്ണ് മോഹൻലാൽ എന്ന് പറഞ്ഞ പോലത്തെ. അപ്പോൾ അതിൻ്റെ വെടിയാണ് ഈ കാണുന്നത്. പക്ഷെ വെടി അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. NIA വന്നു, കസ്റ്റംസ് വന്നു, ED വന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ പോയി? ഇത് SFI അന്വേഷണവും എങ്ങും എവിടെയെങ്കിലും എത്തുമെന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. വെറുതെ തെറ്റിദ്ധരിക്കുക. ഈ TV-യിൽ ഒരു കേസ് കാണുന്നില്ലെങ്കിൽ ആ കേസ് എങ്ങുമല്ലാതെ പോയി എന്നാണ് ആൾക്കാരുടെ. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ്റെ ഒരു കേസുണ്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസിൽ ഇപ്പോൾ ആസ് ഓൺ ഡേറ്റ് 6 പേര് ജയിലിൽ കിടക്കുകയാണ്. 6 കുറ്റപത്രങ്ങൾ അഡീഷണൽ കോടതിയിൽ കിടക്കുന്നു, വിചാരണ തുടങ്ങാൻ ബാക്കി. 2 വർഷത്തിൽ കൂടുതലായി ശിവശങ്കരൻ ജയിലിൽ, 2-2.25 വർഷം സ്വപ്ന സുരേഷ് ജയിലിൽ കിടന്നു. ഇതൊക്കെ ഒരു റിസൾട്ട് അല്ലേ? പക്ഷേ ആരോപണ വിധേയനായ പിണറായി വിജയൻ നോട്ടീസ് പോലും ഇത് ശരിയാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല ഒരാൾ. അല്ല, ഇത് ശരിയാണോ എന്ന് പിണറായി വിജയനോട് ചോദിക്കാനുള്ള ഒരു അവസ്ഥ ആ കേസിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കും. എങ്കിൽ പിന്നെ അത് പറഞ്ഞൂടെ? ഇല്ല, ആരോട് പറയണം? സാധാരണ ഏജൻസികൾ പറയട്ടെ, ഈ രാഷ്ട്രീയ നേതൃത്വം BJP പറഞ്ഞു TV ഡിബേറ്റിലോ അതിലോ ഒക്കെ BJP പറയാത്തത് എന്താണെന്നും എനിക്കറിയില്ല. BJP പറയാൻ എന്നും ഇങ്ങനെ പുകമറയിൽ നിർത്തിയിട്ട് പ്രധാനമന്ത്രി തൃശ്ശൂർ വരുമ്പോഴും ആരാണ് എവിടെയാണ് കള്ളക്കടത്ത് നടന്നതെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഇല്ല, അത് പ്രധാനമന്ത്രി പറഞ്ഞാൽ തെറ്റില്ല, ശരിയാണ്. അതെ അതെ. പക്ഷെ അത് 2 വർഷമായി ശിവശങ്കരൻ ജയിലിലാണ്. അതെ, പക്ഷേ അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പിണറായി വിജയനുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വം ഏജൻസികൾക്ക് കേസാക്കാൻ പറ്റില്ല. വൈക്കേറിയസ് ലയബിലിറ്റി ക്രിമിനൽ കേസിൽ ഇല്ല. ധാർമ്മിക ഉത്തരവാദിത്വം ക്രിമിനൽ നിയമത്തിന് പുറത്താണ്. അതെ, മകൻ കുറ്റം ചെയ്താൽ അച്ഛൻ ഉത്തരവാദിയാണെന്ന് സമൂഹം പറയും. ഇവിടെ താൻ വളർത്തിയതിൻ്റെ കുഴപ്പമാണ്, താൻ നോക്കണ്ടേ എന്നൊക്കെ പറയും. പക്ഷെ കോടതിയിൽ മകനെ മാത്രമേ പിടിക്കുകയുള്ളൂ, അച്ഛനെ പിടിച്ചുകൊണ്ട് പോവാ എന്ന് പറയുക ഇല്ല. അതാണ് ഏജൻസിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ചില കേസുകളിൽ നമ്മൾ വിചാരിച്ച ആളിനെ പിടിച്ചില്ല എന്ന് വിചാരിച്ചിട്ട്, എന്നാലും എക്കാലത്തും ഇങ്ങനെ രാഷ്ട്രീയമായി പുകമറ നിർത്തണോ? പുകമറ നിർത്തിക്കൊണ്ടിരിക്കണോ? ഇല്ല, പുകമറ എന്തിനാണ്? ഏത് പുകമറ എനിക്ക് മനസ്സിലാവണില്ല. അതെങ്ങും എത്തിയില്ല, എങ്ങും എത്തിയില്ല. അന്വേഷിച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷന്റെ ആ കെട്ടിടം റെഡ് ക്രസന്റ് വഴി പണം വന്നതിന്റെ എന്തായി? CBIയുടെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറയട്ടെ, ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 1078 CBI കേസുകൾ അന്വേഷണത്തിലാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ റിവേഴ്സ് ഹവാല പിടിക്കാൻ താമസിക്കും, വലിയ പ്രയാസമാണ്. കാരണം മറ്റ് രാജ്യങ്ങൾ ഇന്നോളല്ലേ അതിൽ. അതെ, ഇവിടെ നിന്ന് അവിടെ പണം പോയി കഴിഞ്ഞല്ലോ, ഡോളർ ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞു. നൗ ഹൗ ടു ട്രേസ് ഇറ്റ്? മറ്റേ രാജ്യങ്ങളും കൂടെ താല്പര്യമെടുത്ത് സഹകരിച്ച് ഒക്കെ വേണം ചെയ്യാൻ. അത് താമസിക്കും. ഇത് താമസിക്കില്ല, ഇത് താമസിച്ചിട്ടുമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് ഒട്ടും താമസിച്ചില്ല. ആകെ അതിനകത്ത് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NIA വന്ന് അന്വേഷിച്ചു, എന്തായി? ഒന്നും ആയില്ല. കാരണം NIAയുടെ കോടതിയിലെ പോയിന്റ് ഇതായിരുന്നു, ഇതൊരു ഓർഗനൈസ്ഡ് സ്വർണ്ണക്കള്ളക്കടത്താണ്. ഓർഗനൈസ്ഡ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഉദ്ദേശം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുക എന്നുള്ളതാണ്. അതിനാൽ ഇത് NIAയുടെ കേസാണ്. കോടതി പറഞ്ഞു അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു ഡ്യൂട്ടി വെട്ടിപ്പാണ്. ആ ഡ്യൂട്ടി വെട്ടിപ്പിൽ വന്ന സ്വർണം ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു കേസുണ്ട്. അതെ, തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതല്ല, വെറും ഡ്യൂട്ടി വെട്ടിപ്പാണ്, കാശുണ്ടാക്കാനുള്ള മാർഗമാണെങ്കിൽ അതൊരു കസ്റ്റംസ് കേസേ ആകുന്നുള്ളൂ. NIA കേസ് പിഴയടച്ച് അവസാനിപ്പിക്കാം. പിഴയടച്ചു, അതിന് ശിക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ ശിവശങ്കരനൊക്കെ ജയിലിൽ പോയത്. അതിന് ശിക്ഷയുണ്ട്, പിഴയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ NIA കേസല്ല, ഭീകരവാദ കേസല്ല, നിങ്ങളുടെ ഷെഡ്യൂളിൽ അത് പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് NIAയുടെ വാദം തള്ളി. NIA ഒരു അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ പ്രതീക്ഷയില്ല. കാരണം കീഴ്ക്കോടതിയാണെങ്കിലും സമഗ്രമായൊരു വിധിന്യായമാണ് അതിൽ വന്നിരിക്കുന്നത്.
ഈ പ്രശ്നം ഇവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ എൻ ഐ എക്ക് സംഭവിച്ചു, ഗുജറാത്തിൽ എൻ ഐ എക്ക് സംഭവിച്ചു. ഇതേപോലെ കള്ളക്കടത്ത് പിടിച്ചിട്ട് ആ കള്ളക്കടത്ത് പിന്നെ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നുള്ളതല്ല, കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് തന്നെ ഭീകരപ്രവർത്തനമാണ് എൻ ഐ എ വാദിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ നിയമഭേദഗതി കൊണ്ടുവരേണ്ടി വരും. ബൾക്കായിട്ട് നടത്തുന്ന കള്ളക്കടത്ത്, ആ ബൾക്ക് അതിന് നിർവചനം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തിട്ട് അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറ്റി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എൻ ഐ എക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 3 സ്ഥലത്ത് എൻ ഐ എ ഉടക്കി കിടക്കുന്നത്. ഏതായാലും കർണാടക ഹൈക്കോടതി വിധി വന്നു, വീണയ്ക്കെതിരെ അന്വേഷണം തുടരുകയാണ്. നമ്മുടെ എം വി ഗോവിന്ദനും എ കെ ബാലനും ഇനി എന്ത് പറയും? രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറയും. ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തെയും ഭയമില്ലെന്ന് പറയും. അപ്പോൾ പിന്നെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് അത് പറയും. പേടിയില്ല എന്ന് പറയും, ഉറപ്പായിട്ടും പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് പെറ്റീഷനിൽ മുഴുവൻ നിലവിളിയായിരുന്നു, ഇത് UAPA പോലെയാണ്, ജാമ്യം പോലും കിട്ടില്ല. അതെ, ഞങ്ങൾക്കാരെയും പേടിയില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്, നിയമപരമായ പ്രസ്താവനയല്ല. കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് എനിക്കാരെയും പേടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എഴുതി കൊടുക്കാനും പറ്റിയില്ല. അതുകൊണ്ടല്ല കോടതിക്ക് അതിൻ്റെ ഒരു ഈ ഭാഷയുണ്ടല്ലോ. കോടതിയിൽ നമ്മൾ നമ്മുടെ ആവശ്യം പറയുന്നതിൻ്റെ പേരെന്താ? പ്രെയർ. അതെ, പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നമ്പരി പൊക്കോന്ന് പറയും, വിട്ടിപ്പോക്കൊള്ളാൻ പറയും. ഒരു ഫോർമാറ്റാണ്. അതെ. ആ ഫോർമാറ്റിൽ പ്രെയർ എന്ന് ഞാൻ എഴുതുകയില്ല, ഡിമാൻഡ് എന്ന് എഴുതും. നടക്കില്ല കോടതിയിൽ. ഇതൊക്കെ ഇങ്ങനെ എഴുതിയതിൻ്റെ പേരിലാണല്ലോ സാവർക്കർ എപ്പോഴും ചീത്ത പറയുന്നത്. അതെ. അതൊരു ഭാഷയാണ്, ക്ലെമൻസി പെറ്റീഷൻ്റെ ഭാഷയാണ്. എല്ലാത്തിനും പ്രെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാവർക്കർ പ്രാർത്ഥിച്ചു ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നത്. അതേ സാവർക്കർ ഉപയോഗിച്ച അതേ പ്രയർ തന്നെയാണ് വീണ വിജയൻ ഉപയോഗിക്കുന്നത്. അത് തന്നെ പ്രയർ എന്ന് തന്നെയാണ്, അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കോടതി. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പ്രയറൊന്നും ഉണ്ടാവില്ല, പക്ഷേ പ്രയർ എന്ന് എഴുതാൻ അഡ്മിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ രജിസ്റ്റർ തന്നെ തിരിച്ചു തരും, പോയി ഭാഷ പഠിച്ചിട്ട് വാങ്ങും. ഇതൊക്കെ കോടതി. മറ്റത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്കാരെയും ഭയമില്ല, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്കാരെയും ഭയമില്ല. ഇതൊക്കെ കോടതിയിൽ പറയാൻ പറ്റുമോ? TG ഒരു സംശയം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഇവർ വീണയ്ക്ക് സമൻസ് അയക്കുമോ? അയക്കും. വീണ ഹാജരാവേണ്ടി വരും. അത് നോട്ടീസ് അയച്ചാൽ നമ്മുടെ ഐസൊക്കെ ചെയ്തിരിക്കുന്ന പോലെ സമൻസ് അയച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് അവരുടെ ഈ പോയില്ലെങ്കിൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ ക്രിമിനൽ കേസിലെ ഒരു പ്രൊസീജിയറാണ്. 3 തവണ സമൻസ് അയച്ചു, ഹാജരായില്ലെങ്കിൽ വാറൻ്റ് ആകുക എന്നൊക്കെ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വീണ്ടും സമൻസ് കൊടുക്കാം. ED എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാത്തത്? വിലക്ക് കിട്ടുന്നില്ല കോടതി, ഒരു വിലക്കുമില്ല, പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തോമസ് ഐസക്കിനെ സാക്ഷിയായിട്ടാണ് വിളിച്ചിട്ടുള്ളത് എന്നാര് പറഞ്ഞു? എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അത് അയാൾ പറയുന്നതല്ലേ. ഇവർ പറയുന്നത് ഇതേപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുകയാണെന്നാണ്. ഇയാൾ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ടാണ് ഇയാൾ സാക്ഷിയാണോ പ്രതിയാണോ തീരുമാനിക്കുക. തോമസ് ഐസക്കിന് അപ്പോൾ പേടിയുണ്ട്. സംശയം എന്താ? അതുകൊണ്ടല്ലേ തോമസ് ഐസക്ക് എത്ര 491 പേജോ മറ്റാണ് തോമസ് ഐസക്കിൻ്റെ റിട്ട് പെറ്റീഷൻ, രണ്ടാമത്തെ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ. ഞാനത് ഇതുവരെ വായിച്ചു തീർന്നിട്ടില്ല. ഏതായാലും അതിന് കൗണ്ടറും ED ഹാജരാക്കി. ക്ലിഫ് ഹൗസിൽ ഉറങ്ങാത്ത ഒരു അച്ഛനുണ്ടാവും ഇനി മുതൽ. അച്ഛൻ ഉറങ്ങാത്ത വീട് അല്ലേ? കൊള്ളാം. ഇത് ഈ ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്ത് ദുഷ്കൃതം, ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് വൃദ്ധനായ പിണറായി വിജയൻ. കഷ്ടമായിപ്പോയി. ചെയ്ത കർമ്മങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പിന്തുടരുന്നു. കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യേശുദാസിൻ്റെ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഏതായാലും അപ്പോൾ ഈ കർമ്മഫലത്തിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കർമ്മഫലം നിയമത്തിൻ്റെ വഴിക്കോ വ്യാധി രൂപേണയോ ഒക്കെ ബാധിക്കും, വന്ന് തീർന്നേ മതിയാവൂ. അതെ, അതുകൊണ്ടാണ് ഈ നിയമവും കോടതിയൊക്കെ വിട്ടിട്ട് പറയുന്നത് പൂർവജന്മകൃതം പുണ്യം തദ്ദൈവമിതി കഥ്യതേ. ദൈവം എന്ന് വെച്ചാൽ ആരാ? നിങ്ങൾ പൂർവജന്മത്തിൽ ചെയ്ത പുണ്യമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് ദൈവം. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ബാധതേ. പണ്ട് ചെയ്ത പാപം അത് വ്യാധിയായിട്ട്, അസുഖങ്ങളായിട്ട് നിങ്ങളെ ബാധിക്കും. ആ അസുഖം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശാരീരിക അസുഖം പോലും ആകണമെന്നില്ല, മാനസികമായ അസുഖം.
ഏതായാലും ക്ലിഫ് ഹൗസിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മിന്നലേറ്റിരിക്കുന്നത്, ഒരു ഇടി വെട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ ഉള്ള ഇടിയൊക്കെ ഈ CCTV ഇടിയായിരുന്നു. ചങ്ക് തകർക്കുന്ന ഒരു ഇടി വെട്ടി, നിയമത്തിൻ്റെ ഇടി വെട്ടിയിരിക്കുന്നു. നിയമത്തിൻ്റെ ഇടിമുഴക്കം. എന്താവും ഇനി സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.